إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنك لا تهدي من أحببت ولكن الله يهدي من يشاء وهو أعلم بالمهتدين സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ജീവിതത്തിലുടനീളം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അനുഗ്രഹദാതാവായ റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായ സൂറത്തുൻ നഹ്ലിന്റെ 18-ാമത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ എന്ന. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ, അവന്റെ നിഅമത്തുകളെ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സുഹ, അതിന്റെ കണക്ക് നിങ്ങൾക്ക് എടുക്കാനാവില്ല, ഒരാൾക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രത്തോളം അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അവന്റെ അനുഗ്രഹമേതാ? അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അപാരമായ അനുഗ്രഹമേതാണ്? ആ ഒരു അനുഗ്രഹത്തെ കുറിച്ച്
നമ്മൾ ആലോചിക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി വളരെ സുന്ദരമായി പണിതീർത്ത ആ ഒരു മണിമാളികയിലേക്ക്, എന്റെ ഭവനത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് എന്റെ റബ്ബ് എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ കാണുന്ന എന്റെ വീടാണ്, എന്റെ ഭവനമാണ് എന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ആ വീടിന്റെ മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന വളരെ വലിയ വിലപിടിപ്പുള്ള മനോഹരമായ ആ വാഹനത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ റബ്ബ് എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ കിടക്കുന്ന എന്റെ വാഹനമാണ് എന്ന് നമ്മളാരും പറയാറില്ല. അല്ലെങ്കിൽ വിശാലമായി കിടക്കുന്ന കൃഷിയിടങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട്, വലിയ വലിയ എസ്റ്റേറ്റുകളിലേക്ക്, തോട്ടങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ കാണുന്ന എന്റെ തോട്ടങ്ങളാണ്, എസ്റ്റേറ്റുകളാണ്, കൃഷിയിടങ്ങളാണ് എന്ന് നമ്മളാരും പറയാറില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയ ഏറ്റവും വലിയ അവന്റെ അപാരമായ അനുഗ്രഹം? അത് അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി എന്നതാണ്. അതിലുപരി നമ്മളെ മുവഹിദാക്കി എന്നുള്ളതാണ്. അഥവാ അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. സഹോദരങ്ങളെ, ഈ ഹിദായത്ത് ഏതെങ്കിലും ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഒന്നല്ല. ഒരാളുടെ സൗന്ദര്യം നോക്കി, അവന്റെ സമ്പത്ത് നോക്കി, അവന്റെ തറവാട് നോക്കി, അവൻ നിലകൊള്ളുന്ന അവന്റെ സ്ഥാനമാനങ്ങൾ, അവന്റെ പൊസിഷൻ നോക്കി അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഒന്നല്ല ഹിദായത്ത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ആ ഹിദായത്ത് ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അവർക്കാർക്കും ലഭിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, സൗന്ദര്യമാണോ ഹിദായത്തിന്റെ മാനദണ്ഡം? ആയിരുന്നുവെങ്കിൽ ലോകത്ത് ലഭിക്കേണ്ട ഒരു വ്യക്തി കഴിഞ്ഞുപോയി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ പ്രവാചകന്റെ മൂത്താപ്പയായ അബൂലഹബിനാണ് ഹിദായത്ത് ലഭിക്കേണ്ടിയിരുന്നത്. ആരാണ് അബൂലഹബ്? അബൂലഹബിന്റെ യഥാർത്ഥ നാമം അബ്ദുൽ ഉസ്സ എന്ന, ഉസ്സയുടെ അടിമ എന്ന. അന്ന് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലാത്ത, ഉസ്സ, മനാത്ത, അന്ന് കഅബാലയത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ, ആ ഉസ്സയുടെ അടിമ അബ്ദുൽ ഉസ്സ എന്നാണ് സാക്ഷാൽ അബൂലഹബിന്റെ നാമം. ആ മനുഷ്യൻ അറിയപ്പെട്ടത് അബൂലഹബി എന്ന. എന്താ ലഹബി എന്ന വാക്കിന്റെ അർത്ഥം? ജ്വലിക്കുന്നത് എന്ന. ജ്വലിക്കുന്ന മുഖത്തോടു കൂടിയവൻ, അഥവാ അത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു അബൂലഹബ്. ആരായിരുന്നു അബൂലഹബ്? ഓ നബിയെ, നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ താക്കീത് നൽകണം. ഓ നബിയെ, നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ താക്കീത് നൽകണമെന്ന അള്ളാഹുവിന്റെ ആഹ്വാനം ഉണ്ടായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബങ്ങളെ മുഴുവൻ അതാ സഫാ മലഞ്ചെരിവിലേക്ക് വിളിച്ചു കൂട്ടുകയാണ്. ആ സഫാ മലഞ്ചെരിവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അതാ പ്രഖ്യാപിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന സമത്വ സുന്ദരമായ ആ തൗഹീദിന്റെ സന്ദേശം ആ കുടുംബങ്ങളെ കേൾപ്പിക്കേണ്ട താമസം അതാ. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ കേൾപ്പിക്കേണ്ട താമസം ആ സദസ്സിൽ നിന്ന് ആദ്യമായി ചാടിയണിച്ച വ്യക്തിയാരാ? പ്രവാചകന്റെ മൂത്താപ്പയായ അബൂലഹബ്. ആ മനുഷ്യൻ ചോദിച്ചു, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. അല്ല, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ, ഈ ഒരു കാര്യം പറയാനാണോ ഞങ്ങൾ നീ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നീ നശിച്ചു പോകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ച പ്രവാചകൻ ഇന്നേക്ക് ലോകത്ത് തുടക്കം കുറിച്ച വ്യക്തിയാരാ? അവനാണ് അബൂലഹബ്.
വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ ആയത്തുകൾ അവതരിക്കുന്നു. മുഹമ്മദ് അല്ല ശപിക്കപ്പെട്ടവൻ, മറിച്ച് ആരുടെ നാവിലാണോ മുഹമ്മദിനെ ശപിച്ചത് അവനാണ് ശപിക്കപ്പെട്ടവൻ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ ഉനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസ്സദ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ തന്നെ നശിക്കുകയും ചെയ്തിരിക്കുന്നു. അവന്റെ സമ്പത്തോ അവന്റെ സമ്പാദ്യമോ അവന് ഉപകാരപ്പെടുകയില്ല. അവനും അവന്റെ ഭാര്യയും കത്തിയാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതേ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അബൂ ലഹബിനെ ശപിച്ചു. അന്നു മുതൽ ഇന്നു വരെ ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികളും തബ്ബത്ത് എന്ന സൂറത്ത് പാരായണം ചെയ്യുമ്പോ മാനസികമായി അബൂ ലഹബിന്റെ മേൽ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, സൗന്ദര്യമാണ് ഹിദായത്തിന്റെ മാനദണ്ഡമെങ്കിൽ അത് ലഭിക്കേണ്ട വ്യക്തി ആരായിരുന്നു? അബൂ ലഹബാണ്. അബൂ ലഹബിന് ലഭിച്ചിട്ടില്ല. ഇത് സഹോദരങ്ങളെ, സമ്പത്താണോ ഹിദായത്തിന്റെ മാനദണ്ഡം എങ്കിൽ ലോകത്ത് ലഭിക്കേണ്ട വലിയൊരു മുതലാളി കഴിഞ്ഞുപോയി. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു മുതലാളിയെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആരായിരുന്നു അവൻ? അവനാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച കാറൂൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആരായിരുന്നു കാറൂൻ? ഇന്ന കാറൂന കാന മിൻ ഖൗമി മൂസ ഫബഅ അലൈഹിം വഅതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹു ലിതനൂ ബിൽ ഉസ്ബതി ഉൽ ഖുവ ഇദ് കാന ലഹു ഖൗമുഹു ലാ തഫ്റഗ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ആരായിരുന്നു കാറൂൻ? ഇന്ന കാറൂന കാന മിൻ ഖൗമി മൂസ. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനതയിൽപ്പെട്ട ഒരു മനുഷ്യരായിരുന്നു. ഫബഅലൈഹിം, ആ മനുഷ്യൻ അവർക്കെതിരെ അതിക്രമം കാണിച്ചു. വഅതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലിതനൂ ബിൽ ഉസ്ബതി ഉൽ ഖുവ. ശക്തന്മാരായ ഒരു സംഘത്തിന് പോലും ഭാരമാകെ തക്കവണ്ണമുള്ള നിക്ഷേപങ്ങളുടെ താക്കോൽ കൂട്ടങ്ങൾ അവന് നാം നൽകി. ഇത് കാന ലഹു ഖൗമുഹു, ആ ജനത അവനോട് പറഞ്ഞ സന്ദർഭം, ലാ തഫ്റഗ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. നീ ഒരിക്കലും പുളകം കൊള്ളേണ്ടതില്ല, ഈ സമ്പത്ത് കൊണ്ട് നീ അഹങ്കരിക്കേണ്ടതില്ല. ഒരിക്കലും പുളകം കൊള്ളുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. സഹോദരങ്ങളെ, അവന്റെ ഖജനാവുകളെ കുറിച്ചുള്ള കഥയല്ല പറയുന്നത്, മറിച്ച് മഫാത്തീഹ്, അവന്റെ താക്കോൽ കൂട്ടങ്ങൾ, അവന്റെ സമ്പത്തിന്റെ കണക്കിനെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. അവന്റെ സമ്പത്തുക്കളും അവന്റെ സാധന സാമഗ്രികളും ഉൾക്കൊള്ളുന്ന അത് നിറച്ച ഖജനാവുകളുടെ ഗോഡൌണുകളുടെ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കാൻ 70ഓളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന. അവന്റെ സമ്പത്ത് വഹിക്കാനെന്നല്ല പറഞ്ഞത്, അവന്റെ സാധന സാമഗ്രികൾ ചുമക്കാനെന്നല്ല പറഞ്ഞത്. അവന്റെ സാധനങ്ങളും സമ്പത്ത് സൂക്ഷിച്ച ഖജനാവുകളുടെ ഗോഡൌണുകളുടെ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കാൻ മാത്രം 70 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചരിത്രം. അപ്പൊ ആലോചിച്ച് നോക്കൂ, അവൻ എത്ര വലിയ മുതലാളിയായിരുന്നു. ജനങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ولا تنسى نصيبك من الدنيا أحسن كما أحسن الله إليك ولا تبغي الفساد في الأرض إن الله لا يحب المفسدين. നിനക്ക് അള്ളാഹു നൽകിയതുപോലെ അള്ളാഹു നീ നന്മ ചെയ്യണം. ഭൂമിയിൽ നീ ഫിത്ന കാണിക്കരുത്, നീ ഫസാദ് ഉണ്ടാക്കരുത്. അള്ളാഹു ഒരിക്കലും അത്തരം ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. ആ മനുഷ്യന്റെ മറുപടി എന്തായിരുന്നു? ഖാല ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദീ. ഈ കാണുന്ന സമ്പത്തൊക്കെ എന്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിലൊന്നും ഒരാൾക്കും ഒരു പങ്കുമില്ല. ഈ സമ്പത്തൊക്കെ എന്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് ഞാനാണ് ഉണ്ടാക്കിയത്. അതായിരുന്നു അവന്റെ മറുപടി. അവസാനം എന്തുണ്ടായി? അള്ളാഹു പറയുന്നു, അവനെയും അവന്റെ ഭവനത്തെയും അള്ളാഹു എന്നേക്കുമായി ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച അഹങ്കാരിയായ കാറൂനെയും അവന്റെ ഭവനത്തെയും
അള്ളാഹു ഭൂമിയിലേക്ക് ആറ്റിക്കളഞ്ഞ് അവനെ നശിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചത് സമ്പത്തായിരുന്നു ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കാനുള്ള മാനദണ്ഡമെങ്കിൽ അത് ലഭിക്കേണ്ടിയിരുന്നത് ഹാറൂനായിരുന്നു. അവന് ലഭിച്ചിട്ടില്ല. ഇനി തറവാടാണോ ഹിദായത്തിന്റെ മാനദണ്ഡം എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ, പ്രിയപ്പെട്ട മൂത്താപ്പ, പ്രവാചകന്റെ കുടുംബത്തിൽ പിറന്ന പ്രവാചകന്റെ പിതൃവ്യനായ അബൂ താലിബിനാണ് അത് ലഭിക്കേണ്ടിയിരുന്നത്. ആരാണ് അബൂ താലിബ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 8-ാം വയസ്സിൽ തന്റെ വല്യപ്പ നഷ്ടപ്പെട്ട ആ നിമിഷം മുതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സംരക്ഷകനായി പ്രവാചകനെ താങ്ങും തണലുമായി വർത്തിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ച, ഏറെ ഇഷ്ടപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതൃവ്യനാണ് പ്രിയപ്പെട്ടവരെ അബൂ താലിബി എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷേ അബൂ താലിബിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. ആലോചിച്ചു നോക്കൂ. നീണ്ട 48 വർഷക്കാലം അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷകനായി നിലകൊണ്ട പിതൃവ്യനാണ് അബൂ താലിബ്. അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹമില്ലാതിരിക്കുമോ തന്റെ പിതൃവ്യന് ഹിദായത്ത് ലഭിക്കണമെന്ന്? പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹമാണോ അവിടെ നടക്കുന്നത്? അല്ല, അള്ളാഹു തീരുമാനിക്കണം ആർക്ക് ഹിദായത്ത് ലഭിക്കണമെന്ന്. നമുക്കറിയാം, ചരിത്രം പരിശോധിക്കുമ്പോ അതെ, മരണാസന്നനായി കിടക്കുന്ന അബൂ താലിബിന്റെ ചരിത്രം. മരണത്തോട് മല്ലിടുന്ന സന്ദർഭത്തിൽ മരണാസന്നനായി കിടക്കുന്ന അബൂ താലിബിന്റെ അടുക്കൽ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഈ സമയത്തെങ്ങാനും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അങ്ങേക്ക് വേണ്ടി വാദിക്കാൻ, അങ്ങേക്ക് വേണ്ടി സാക്ഷി പറയാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ചൊല്ലു മുത്താപ്പ, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. അതെ, അപ്പുറത്ത് ഖുറൈശി പ്രമുഖന്മാരിരിക്കുന്നുണ്ട്. അവരുടെ മുഖത്തേക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കുകയാണ് അബൂ താലിബ്. അവർ ചോദിച്ചു, അല്ല, ഈ നിമിഷം വരെ നമ്മുടെ പൂർവ്വപിതാക്കളുടെ ആദർശത്തിന് അടിയുറച്ചു നിന്നിട്ട് അവസാനം മുഹമ്മദിന്റെ പുത്തൻ വാദത്തിൽ അകപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇല്ല പ്രിയപ്പെട്ടവരെ, അബൂ താലിബിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ അവന് സാധിച്ചില്ല. അവൻ സത്യനിഷേധിയായി, അവിശ്വാസിയായി, കാഫിറായതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് മരണപ്പെടുകയാണ് പ്രവാചകന്റെ പിതൃവ്യനായ അബൂ താലിബ്. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ജീവിതത്തിലെ പ്രവാചകനെ ഏറെ ദുഃഖിപ്പിച്ച സംഭവമായിരുന്നു അബൂ താലിബിന്റെ അന്ത്യം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് വ്യസനപ്പെടുത്തിയ, പ്രവാചകനെ സങ്കടപ്പെടുത്തിയ സന്ദർഭമായിരുന്നു പ്രിയപ്പെട്ടവരെ തന്റെ മൂത്താപ്പയായ അബൂ താലിബിന്റെ അന്ത്യം, അഥവാ വിശ്വാസിയായി മരിക്കാൻ സാധിക്കാത്തതിന്റെ സങ്കടം. അതാ വിശുദ്ധ ഖുർആൻ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പ്രവാചകനെ വിളിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്, സമാധാനപ്പെടുത്തുകയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഓ നബിയേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടപ്പെട്ടവരെ നേർവഴിയിലാക്കാൻ നിനക്ക് കഴിയില്ല. നീ സ്നേഹിക്കുന്നവരെ, നിനക്ക് ഇഷ്ടമുള്ളവരെ ഒന്നും ഹിദായത്തിലാക്കാൻ കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്തിൽ കൊടുക്കുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്തിൽ